നോർത്ത് കരോലിന മലനിരകളിലെ ഒരു ക്യാമ്പ് സൈറ്റിലേക്ക് ബഹിരാകാശത്തു നിന്നും പതിച്ച വസ്തുവാണിത്. കത്തി നശിച്ചതായി തോന്നുന്ന ഈ ലോഹവസ്തു സൈറ്റിലെ ഗ്രൗണ്ട് കീപ്പറായ ജസ്റ്റിൻ ക്ലോൺസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് കണ്ടെത്തിയത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഫ്ലോറിഡയിലെ ഒരു വീടിന്റെ മേൽക്കൂര തുളച്ച് 2 പൗണ്ട് ഭാരമുള്ള വസ്തു ആകാശത്തു നിന്നും ഇടിച്ചിറങ്ങിയത് വാർത്തയായിരുന്നു. എന്നാൽ 2021 ബഹിരാകാശ നിലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട അവശിഷ്ടമാണ് ഇതെന്ന് പിന്നീട് മനസ്സിലാക്കി. ഇപ്പോൾ നോർത്ത് കരോലിനയിൽ കണ്ടെത്തിയ ഈ ലോഹകഷ്ണം വളരെ വിചിത്രവും വലിപ്പവുമുള്ളതാണെന്ന് വസ്തു ആദ്യം കണ്ട ജസ്റ്റിൻ പറയുന്നു. ജസ്റ്റിൻ ക്ലോൺസും ഒരു സഹപ്രവർത്തകനും ഹേവുഡ് കൗണ്ടിയിലെ ഒരു ആഡംബര ക്യാമ്പ് സൈറ്റിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയാണ് അഭൗമമായി കാണപ്പെടുന്ന ബോൾട്ടുകൾ ഉപയോഗിച്ച് ലോഹ ഷീറ്റുകളിൽ പൊതിഞ്ഞ കൂറ്റൻ വസ്തു കണ്ട് അതിശയപ്പെട്ടത്. ഏകദേശം 4 അടി ഉയരവും 1 ഇഞ്ച് കട്ടിയുമുള്ള ഇത് കത്തി നശിക്കപ്പെട്ട നിലയിലായിരുന്നു. പക്ഷേ ഇതെന്തായാലും പരിചിതമുള്ളതല്ലെന്ന് സൈറ്റിലെ ഗ്രൗണ്ട് കീപ്പർ കൂടിയായ ജസ്റ്റിൻ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം വസ്തു കത്തിയതായി തോന്നുന്നുവെങ്കിലും ചുറ്റുമുള്ള പ്രദേശത്തെവിടെയും ഇങ്ങനെയൊരു അഗ്നി പടർന്നതിന്റെ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഹൈക്കിംഗ് സൈറ്റിൽ ഈ ലോഹകഷ്ണം ആഴത്തിലാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉയർത്തിയതോടെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ നിന്നാണ് വസ്തു ഭൂമിയിലേക്ക് പതിച്ചതെന്ന് space.com പ്രതികരിച്ചു. മാത്രമല്ല, ടെന്നസി മുതൽ വെർജീനിയ, വെസ്റ്റ് വെർജീനിയ വരെയുള്ള പ്രദേശങ്ങൾ ക്രൂ ഡ്രാഗണിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുടെ ആഘാതമേൽക്കാൻ കൂടുതൽ സാധ്യതകളുള്ള മേഖലകളാണെന്ന് ഹാർവർഡ് സ്മിത്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ജൊനാഥൻ മക്ഡൗവൽ പ്രതികരിച്ചിരുന്നു. അതിനാൽ തന്നെ അവശിഷ്ടങ്ങൾ വീണിരിക്കാൻ സാധ്യതയുള്ള പ്രദേശമായതിനാൽ നോർത്ത് കരോലിനയെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അതേസമയം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ബഹിരാകാശ അവശിഷ്ടങ്ങൾ മൂലം ഒരു വ്യക്തിക്ക് പരിക്കേൽക്കാനോ ഇവ ജനവാസ മേഖലകളിൽ വന്ന് പതിക്കാനോ ഉള്ള സാധ്യത 100 ബില്യണിൽ 1 എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ 1-ലും താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻപ് സൂചിപ്പിച്ച ഫ്ലോറിഡയിലെ വീട്ടിൽ ബഹിരാകാശ അവശിഷ്ടം വീണ് മേൽക്കൂര നശിച്ചതിന് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് അടുത്ത സംഭവവും ഉണ്ടായിരിക്കുന്നത്.